ഇപ്പൊ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്നിപ്പോ എന്താ വെച്ചാൽ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ, അതായത് അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഗതി കൂടിയാണിത്. അതാണ് ഇപ്പൊ അടുക്കളയ്ക്ക് വരുന്നൊരു സർപ്രൈസ്. അപ്പൊ നമുക്ക് അതുണ്ട്, പിന്നെ ഒരുപാട് വിശേഷങ്ങൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അതായത് നമ്മളെ വെള്ളിയാഴ്ച എത്തി ശനിയാഴ്ച എത്തി, ഇന്നലെ വെള്ളിയാഴ്ച ഇന്ന് ശനിയാഴ്ചയാണല്ലോ, ഈ 2 ദിവസത്തെ വിശേഷങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ട്, പ്രധാനപ്പെട്ട വിശേഷങ്ങളെല്ലാം ചേർത്തുകൊണ്ടുള്ള പ്രത്യേകിച്ച് ഭക്ഷണ വിശേഷങ്ങൾ, അതാണ് ഇപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ ആ ഒരു സർപ്രൈസ്, അടുക്കളയ്ക്ക്, നമ്മളെ കിച്ചണിക്കുള്ള സർപ്രൈസ് എന്ന് പറയുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു അമ്മി എന്താ വെച്ചാൽ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നായിരുന്നു, ഞങ്ങൾ പുതിയത് വാങ്ങിച്ചതല്ല, നമ്മളിപ്പോ ഇവിടെ അപ്പുറത്തെ അവിടെ ഉപയോഗിക്കാതെ ഇട്ടിരുന്ന ഒരു അമ്മിയായിരുന്നു ഇത്. അപ്പൊ അതൊക്കെ എടുത്ത് പിന്നെ വൃത്തിയായിട്ട് കഴുകി, നല്ല പോലെ കഴുകി ഒക്കെ എടുത്ത്, അതായത് വേറെ ഇതൊന്നുമില്ല, കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല അമ്മി തന്നെയാണ്. പക്ഷെ അതങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ടുള്ള ഇതേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു. കുറെ ഞങ്ങൾ വിചാരിക്കുന്നത് ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ന് വെച്ചാൽ പിന്നെ അങ്ങനെ മടിച്ച് അങ്ങനെ ആയതാണ്. പിന്നെയാണ് ഈ അതിലുണ്ടാക്കുന്ന, അതായത് അമ്മിയിൽ അരച്ചിട്ട് ഉണ്ടാക്കുന്ന നമ്മളെ ആ ഒരു ചമ്മന്തി ആണെങ്കിൽ, ഇനിയിപ്പോൾ തേങ്ങ അരച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ, പ്രത്യേകിച്ച് മീൻകറിയൊക്കെ, അപ്പൊ ആ ഒരു രുചി ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വേഗം എടുത്ത് കഴുകിയതാണ്. നല്ല പോലെ കഴുകി വൃത്തിയാക്കി അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇന്ന് അത് സത്യം പറഞ്ഞ ഇന്ന് ഉദ്ഘാടനം കഴിക്കുകയാണ് നമ്മളെ ഈ ഒരു കിച്ചണിൽ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പണ്ടത്തെ നമ്മളെ അമ്മി അരച്ചുള്ള കറികൾ, അതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. ഇപ്പൊ അമ്മയ്ക്ക് ഈ ഒരു അമ്മിയിൽ ഇങ്ങനെ വെച്ചാൽ അമ്മയ്ക്ക് കൂടുതൽ ഈ ചമ്മന്തികളൊക്കെ അരയ്ക്കുന്നത്, ഇങ്ങനെ നമ്മൾ സാധാരണ മിക്സിയിൽ അരയ്ക്കുന്നത് വലിയ താല്പര്യമില്ല. അപ്പൊ പിന്നെ ഒരു അമ്മി പുതിയത് വാങ്ങിക്കാനും ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോഴാണ് പിന്നെ ഇത് കഴുകിയെടുക്കാന്ന് വിചാരിച്ചത്. അപ്പൊ ഏതായാലും നമുക്ക് ഇനിയുള്ള മിക്കവാറും കറികളിലും ഒക്കെ നമുക്ക് അമ്മിയിൽ അരയ്ക്കും ചെയ്യാമല്ലോ. പിന്നെ മിക്സിയിൽ അരയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്തായാലും അമ്മിയുള്ളത് നല്ല തന്നെയാണ്. അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ആ ഒരു അടുക്കളയ്ക്ക് വന്ന പുതിയ ഒരു വിശേഷം. ഏതായാലും ആദ്യം നമുക്ക് ഉള്ളിച്ചമ്മന്തി അതാണ് ഉണ്ടാക്കുന്നത്. അത്യാവശ്യം നല്ല വലിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളിയിൽ കുറച്ച് നല്ല വലുതാണ്. അപ്പൊ ഇനി നമുക്ക് ഒക്കെ ഒന്ന് വഴറ്റട്ടെ വെളിച്ചെണ്ണയിൽ. വറ്റൽമുളകും ചെറിയ ഉള്ളി, അങ്ങനെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം അമ്മ നമ്മളെ അമ്മിയിൽ, നമ്മളെ പഴയ കാലത്തെ അമ്മിയിൽ അരയ്ക്കാൻ ഉള്ള തയ്യാറെടുപ്പാണ്. ഒരുപാട് ഉള്ളിച്ചമ്മന്തി അരച്ച ആ ഒരു അനുഭവം. പണ്ട് പിന്നെ കറിക്കാണെങ്കിലും അതുപോലെ ചട്നി, ചമ്മന്തി, പിന്നെ അതുപോലെ തോരനുള്ള ചതയ്ക്കാൻ ഒക്കെ എല്ലാം അമ്മീമ തന്നെ. നമ്മളെ ചമ്മന്തിയുടെ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തത്. പിന്നെ വെളിച്ചെണ്ണ തുളിച്ച് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു പാകത്തിനാണ് അരച്ചത്. ഇന്നിങ്ങനെ ആ ഒരു ഉള്ളി കടിക്കണം, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അരച്ചത്. പിന്നെ ഇപ്പം ഇത് ദോശയാണ് നമുക്ക് അതിലേക്ക്, അതായത് ദോശയ്ക്കാണ്
ഉള്ളി ചമ്മന്തി. അതാണ് അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു കോമ്പിനേഷൻ. എന്തായാലും ചായ കുടിക്കായി. ഇതിപ്പോൾ നമ്മളെ വെള്ളിയാഴ്ചയിലെ, അതായത് ഇന്നലത്തെ രാവിലത്തെ നമ്മളെ ചായ പലഹാര വിശേഷങ്ങളാണ്. ദോശയും ഉള്ളിച്ചമ്മന്തി. നമ്മൾ പിന്നെ ഈ ഉള്ളിച്ചമ്മന്തി ഉള്ളതുകൊണ്ട് പിന്നെ ചട്നിയൊന്നും അരച്ചിട്ടില്ല. എന്നെ മതി തിൽക്ക് നല്ല ഉഗ്രൻ. അപ്പോൾ കുറേ കാലത്തിന് ശേഷമുള്ള നമ്മളെ അമ്മീമിൽ അരച്ച, ഞങ്ങൾക്ക് കുറേ ഇങ്ങനെ അരച്ച ചമ്മന്തി ഇതൊരു ഓർമ്മ തന്നെയാണ്. പണ്ട് ദോശ ചമ്മന്തി, അതായത് ഈ ഒരു ചമ്മന്തി, അതായത് തേങ്ങ ചമ്മന്തി. നല്ല ഇതിൻ്റെ രുചിയൊന്ന് വേറെ തന്നെയാണ് അമ്മീമിൽ അരച്ചത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഉള്ള വിശേഷങ്ങളിലേക്കാണ് കിടക്കുന്നത്. ഒരു 2 മണി ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. 2:30 2:45 കൂടി അമ്മ ഒന്ന് ചെറുതായിട്ടുള്ളൊരു അടിച്ചുവാരി വൃത്തിയാക്കൽ. അത് ഉച്ചമയക്കം കഴിഞ്ഞ ശേഷമുള്ളതാണ്. ഇനിയിപ്പോൾ 3 മണി പലഹാരത്തിന് ഒരുങ്ങായി. അപ്പോൾ നമുക്ക് അടയ്ക്കുള്ള ഇല ഇനിയിപ്പോൾ ഇതൊന്ന് അടേൻ്റെ ആ ഒരു പാകത്തിന് ഒന്ന് മുറിക്കട്ടെ. അപ്പോൾ നമുക്കിന്ന് ഗോതമ്പിൻ്റെ ഇലയുടെയാണ്. ഇത് ഞങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ടതാണ്. അതായത് മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങൾ ഉണ്ടാക്കലുണ്ട്. 2 3 ഉണ്ടാക്കുള്ളൂ. അതായത് ഞങ്ങൾക്ക് 2 പേർക്കുള്ളത് മാത്രം. അപ്പോൾ ഇത് നല്ല ശീലമായിപ്പോൾ ഇത്. അത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കും. പരത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പണിയുണ്ട്. എന്നാലും ഇതിപ്പോൾ ഞങ്ങൾക്കൊരു, അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ട് ഞങ്ങൾ മുമ്പൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരുന്നു ആ ഒരു ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടുള്ള പലഹാരം. അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കൂടുതലും ഗോതമ്പാണ്. ഇത് പിന്നെ നല്ല ആവിയിൽ ഉള്ളതായതുകൊണ്ട് നല്ല പലഹാരമാണിത്. വളരെ ഇഷ്ടപ്പെട്ട പലഹാര അട. ഇത് വീട്ടിലുണ്ടാക്കിയതാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അവിടെയൊക്കെ നമ്മളിത് വെന്തു. പിന്നെ ഇപ്പം ഇന്ന് എനിക്ക് ഒരു കട്ടൻ കാപ്പി. അതിൽ നമ്മൾ കഴിക്കാൻ റെഡിയായി. പക്ഷേ അമ്മയ്ക്ക് എന്താ വെച്ചാൽ ചായയാണെന്ന്, എനിക്ക് കട്ടൻ കാപ്പി, ശർക്കരയൊക്കെ ഇട്ടുള്ള കാപ്പി. അമ്മയ്ക്ക് പിന്നെ ചായയാണ് കുറച്ച് കൂടി ഇഷ്ടം. ഇതിപ്പോൾ അമ്മയ്ക്കുള്ളത്, ഇത് എനിക്കുള്ളത്. അപ്പോൾ നമ്മളത് കഴിക്കായി. ഞങ്ങളിപ്പോൾ ഇത് കഴിക്കുന്നത് 3 മണി. ഞങ്ങൾ 3 മണിക്കാണ് നമ്മളെ 4 മണി പലഹാരം എന്നുള്ളത് ഞങ്ങൾക്ക് 3 മണിക്കാണ്. 3 മണിക്കാണ് കഴിക്കുന്നത്. ഞാനിപ്പോൾ ഈ 2 മുഴുവൻ കഴിക്കില്ല. പൂച്ചകൾക്കുള്ളതാണ് കുറച്ചുകൂടി മുറിച്ചിട്ട് ഒരു പകുതി. ഞാനൊരു 1.5, ഈ ഒരു വലുതും പിന്നെ ഈ ചെറുതിൻ്റെ കുറച്ച് കഴിഞ്ഞാൽ എടുക്കുള്ളൂ. എനിക്കിന് കാപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വിശേഷം, വെള്ളിയാഴ്ചത്തെ വിശേഷം അവിടെ കഴിഞ്ഞു. നമുക്ക് ഇനിയിപ്പോൾ ഇന്ന് ഇതാ നമ്മൾ ശനിയാഴ്ച, ഇന്നിപ്പോൾ ശനിയാഴ്ചയാണല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷത്തേക്ക് കടക്കാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ രാവിലെ എന്ന് വെച്ചാൽ ഇന്ന് മീൻകറിയാണ് നമുക്ക് ഉച്ചയ്ക്ക് ഊണ്. അപ്പോൾ ആ മീൻ വാങ്ങണം, പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങാണ്ട് കടയിൽ നിന്ന്. അപ്പോൾ ഞാൻ അതിന് പോയിട്ട് ഇട്ട് വരാം.
ആദ്യം അത്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കറി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഏതായാലും ഇതൊക്കെ വാങ്ങി വരട്ടെ. മീൻകറിക്കുള്ള തക്കാളി അവിടെ ഉണ്ട്. പിന്നെ ഇപ്പം നമുക്കിതാ നമ്മളിന്ന് പച്ചക്കറി, ലേശം പച്ചക്കറി, നല്ല മുളക്, നല്ല ഉണ്ടോ വലിയ മുളക്, ഇതാ നമ്മളെ നീലം മാങ്ങ, ചെറുനാരങ്ങ ഉണ്ട്, ഇതാ നാടൻ പയറ്, മത്തൻ, മധുരക്കിഴങ്ങ്, കറിവേപ്പില, അങ്ങനെ എല്ലാ സാധനങ്ങളുമായി. മാങ്ങ അവിടെ ഉണ്ട്. അപ്പോൾ നല്ല മത്തിയാണിന്ന് കിട്ടിയത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള മത്തി തന്നെയാണ്. അരക്കിലോനും ഇല്ല, അരക്കിലോനും പിന്നെ കുറവാണ് അളവ്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കറിക്ക് മാത്രമുള്ളത്. ഇപ്പം അതൊക്കെ നന്നാക്കി കറി വയ്ക്കൽ അതായി അടുത്തത്. ഇതും പിന്നെ നമ്മൾ അരച്ചിട്ട് തന്നെയാണ്, അമ്മിയമ്പിൽ അരച്ചിട്ടാണ് നമ്മളിന്ന് ഇത് കറിക്കുള്ള അരവ് അരയ്ക്കുന്നത്, തയ്യാറാക്കുന്നത്. അങ്ങനെയാണ്. തേങ്ങയും ചെറിയ ഉള്ളി വെളുത്തുള്ളി അത് അരയ്ക്കണം. അരച്ചതിങ്ങനെ വടിച്ച് എടുക്കാൻ നമ്മളെ കഴുങ്ങിൻ്റെ പാള മുറിച്ചെടുത്തത് നമ്മൾ പാളാക്ക് അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടെന്ന്. അതിപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചിവിടെ വെച്ചു. ഇനിയിപ്പോൾ അതിലേക്കുള്ള മറ്റ് ചേരുവകൾ, അതായത് നമ്മൾ തക്കാളിയും പച്ചമുളകൊക്കെ ആദ്യം അത് നല്ലപോലെ ഒന്ന് വഴറ്റി നന്നാക്കി അത് വേവിച്ച്, എന്നിട്ട് പിന്നെ അത് പൊടിയൊക്കെ ചേർത്ത്, മുളക് പൊടിയൊക്കെ ചേർത്ത് വേവിച്ചിട്ട് പിന്നെ നമ്മൾ അരച്ചത് അതും ചേർത്ത് പിന്നെ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് വേവിച്ച് അങ്ങനെ എടുക്കുക ചെയ്യുന്നത്. തക്കാളി മുളകും എല്ലാം ഒക്കെ നല്ലപോലെ ഉണ്ട് വെന്ത്. ഇനി നമുക്ക് അരച്ചത് അതുകൊണ്ട് ചേർക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച മീൻ കറി അതും ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഒരു ചെറിയൊരു 10 മണി സമയത്ത് കഴിക്കുന്നത്. ഈ ഒരു പാക്കറ്റിന് 20 രൂപയാണ് വില. അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ. ഇനി ഇത് കണ്ടാൽ തന്നെ നല്ല രസമുണ്ട്. ഏതായാലും കാഴ്ചയ്ക്ക് കഴിച്ചു നോക്കാം. അത് പിന്നെ പിറന്നാളിനൊക്കെ ലൈറ്റിൻ്റെ കേക്കാണ്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ പ്ലം കേക്ക്, ഡേറ്റ്സിൻ്റെ ഒക്കെ. ഇത് നല്ല ഷറിങ്, ചെറുതല്ലേ, ചെറിയ പാക്കറ്റ്. കുറേ ഇതിങ്ങനെ നമ്മളിങ്ങനെ കാണുന്നുണ്ടല്ലോ, അതിനും ടി വിയിലൊക്കെ ഇങ്ങനെ എപ്പോഴും പരസ്യം. അപ്പോൾ തന്നെ ഉണ്ടെങ്കിൽ ഒന്ന് കഴിക്കണമെന്നുണ്ട്. അമ്മയ്ക്കും അതെങ്ങനെ ടി വിയിൽ ഇങ്ങനെ എപ്പോഴും കാണുമ്പോഴേ, അപ്പോൾ ഇതൊന്ന് അങ്ങനെ വാങ്ങിയപ്പോൾ ഇത്
ഹലോ കേൾക്കാം. അപ്പോൾ ഏതായാലും ഇപ്പം ഇന്ന് ഊണ് കഴിക്കാനുള്ള സമയമായി. അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ ഇതാ മീൻകറി. പിന്നെ ഇപ്പം ഇന്ന് പച്ചപ്പയർ രാവിലെ കൊണ്ടുവന്നത് അത് മെഴുക്ക് വരട്ടിയുണ്ട്, ചക്കക്കുരു ഇട്ടിട്ടുണ്ട് അതിൽ, പപ്പടം കാച്ചിയത്, പിന്നെ കൊണ്ടാട്ടമുളക് വറുത്തത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഇന്നത്തെ നമ്മളെ ഉച്ചയൂണ്. ആ ഒരു വിശേഷങ്ങൾ കൂടി നമ്മളിന്ന് ഉൾപ്പെടുത്തി. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.